ഇവിടെ ഒരാൾ കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണ്. ആണോ? മുട്ടയാണ്. അപ്പൊ ഇത് പുട്ടല്ല, ഇത് മുട്ട. ഇത്രയും വലിയ മുട്ട. ഓക്കെ, പിന്നെന്താ ഇന്ന് ചോറിന് കറികളൊക്കെ എന്താണ്? സാമ്പാറിന് വെജിറ്റബിൾസ് ഒന്നും കണ്ടില്ലല്ലോ. വെജിറ്റബിൾ നമുക്ക് എല്ലാം എടുക്കാം. ഓക്കെ, എല്ലാം നമുക്ക് ഇതില് എടുത്ത് വെക്കാം. ഇതെന്തിനുള്ളതാ? ഇത് സാമ്പാർക്ക്. മുട്ട സാമ്പാർ. മുട്ടയും പായസവും പിന്നെ സാമ്പാറും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മുട്ടയിൽ ഇടാൻ പറ്റും. അപ്പൊ മുട്ട സാമ്പാർ വരും. എല്ലാരും ഉണ്ടാക്കി നോക്കണ്ട. ശരിയാ, യമ്മിയാണല്ലേ. ഇനി നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി ഇച്ചിരി. അത്രയ്ക്ക് മതി. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം സൂക്ഷിച്ചോളേ, എല്ലാം സൂക്ഷിച്ചോളാം. ബിക്കോസ് ബേബി കൂടുതലായാ പോയാൽ ഭയങ്കര സ്ലൈമി ആവും. ഇത് നമുക്ക് പുളിഞ്ചക്കറി എടുത്താലാ? അപ്പൊ ഇത് നല്ലതായിട്ടാവട്ടെ. ഞാൻ പുളിഞ്ചക്കറി എടുത്തോണ്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് മുട്ട എടുത്തിട്ട് ഇലയില്ലേ ബാക്ക് സൈഡിലില്ലേ നമുക്ക് ഇങ്ങനെ റെഡി. അപ്പൊ ഇതാണ് നമ്മളുടെ സാലഡ്. ഇപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ. മുട്ട സാമ്പാർ ഏതാ? മുട്ട സാമ്പാറില്ല, പക്ഷെ മുട്ട എടുത്തിട്ട് ഇങ്ങനെ ആക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാരും ഇത് ട്രൈ ചെയ്യണം. ഇത് റിയൽ ആയിട്ട് കഴിക്കാനല്ല, ജസ്റ്റ് പ്ലേ ചെയ്യാനാ. എല്ലാവരും നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ബൈ.